അപ്പോൾ നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പോലീസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം, വനിതാ പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിലും അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് പേര് കുറേ ആളുടെ കയ്യിൽ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉള്ളവരാണ് നിങ്ങൾക്ക് അറിയാമെന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. കുറച്ച് പേരെങ്കിലും ഇതറിയാതെ എന്താണ് സിലബസ് എങ്ങനെയാണെന്ന് നോക്കുക, പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ അതിൻ്റെ സിലബസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡീറ്റെയിൽ സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് ബറ്റാലിയൻ, അതുപോലെ പോലീസ് ആൻഡ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ ബറ്റാലിയൻ പോലീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സിലബസ് ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ചരിത്രം വരുന്നുണ്ട് 5 മാർക്കിന്, പിന്നെ ഭൂമിശാസ്ത്രം വരുന്നുണ്ട് ഏകദേശം 5 മാർക്കിന്, ജോഗ്രഫിയാണ്, അതുപോലെ തന്നെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതുപോലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബയോളജി, അതായത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട 4 മാർക്കിൻ്റെ ചോദ്യവും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് 3 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. പിന്നെ രസതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട 3 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. പിന്നെ കല, കായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 4 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. പിന്നെ കറണ്ട് അഫയേഴ്സ് നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. പിന്നെ മാത്സ് ഭാഗത്ത് നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. ഇംഗ്ലീഷ് നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. പിന്നെ നമ്മുടെ മലയാളം എന്ന് പറയുന്ന ഭാഷ, തമിഴോ മലയാളമോ കന്നഡയോ എന്താണോ നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ 10 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കിൻ്റെ ചോദ്യം സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വരുന്നുണ്ട്. സോ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു 20 മാർക്ക് ഉറപ്പിക്കാനായിട്ട് നമ്മൾ ഇതിനു മുമ്പും മുഴുവൻ സിലബസും വെച്ച് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ BFOക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു PDF മെറ്റീരിയൽ. അത് 100% കുട്ടികൾക്ക് യൂസ് ആയിട്ടുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ അതിനുശേഷം പ്രിസൺ ഓഫീസറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂസ്ഫുൾ ആയിട്ടുള്ളതിൻ്റെ കാര്യം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ നമ്മൾ പോലീസ് കോൺസ്റ്റബിളിന് ആവശ്യമായിട്ടുള്ള, വനിതാ പോലീസ് ആണെങ്കിലും അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിലും അതിനാവശ്യമായിട്ടുള്ള ഈ 20 മാർക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന PDF മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, പിന്നെ PDF-നെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളം ഇൻസ്റ്റാഗ്രാം ചാനലിൽ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റഡി ഗൈഡ്, PSCൻ്റെ സ്റ്റഡി ഗൈഡുമായിട്ട് ബന്ധപ്പെട്ട് ഹൈലൈറ്റ് ഉണ്ട്, അത് നോക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരിക എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളാണ് കൃത്യമായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ താഴെ വിശദമായിട്ട് PSC കൊടുത്തിട്ടുള്ളത്. സോ ഈ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു നമ്മൾ BFOക്കൊക്കെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും താഴേക്ക് പോകുമ്പോഴാണ് നമ്മുടെ പ്രാദേശിക ഭാഷയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പെഷ്യൽ ടോപ്പിക്ക്, ഇതിൽ നിന്ന് ഓരോന്നും കവർ ചെയ്തിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത്. സ്പെഷ്യൽ ടോപ്പിക്ക് ഭാഗങ്ങൾ 20 മാർക്കിൻ്റെ നമ്മൾ എല്ലാം കവർ ചെയ്തിട്ടാണ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്താൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ PDF മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സിലബസിൻ്റെ PDF മെറ്റീരിയൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കി വായിച്ച് മനസ്സിലാക്കി എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും